ഇപ്പൊ കണ്ടുവരുന്ന ഒരു അതിമനോഹരമായ ആചാരമാണ് ആരെങ്കിലും കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുക, അതിനുശേഷം 2 ദിവസം കഴിയുമ്പോഴേക്കും വന്ന് മാപ്പ് പറയുക. കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയൊരു ഇടവേളയൊക്കെ അതിന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ 2 ദിവസം മുൻപ് ചീത്തപ്പുളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, അതിനകത്ത് വന്ന ഒരു വീഡിയോ, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം അതിനുശേഷം വന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചീത്തപ്പുളിയിൽ വന്ന ആദ്യത്തെ വീഡിയോ കാണാം. കേരളത്തിൽ വരേണ്ട അനിവാര്യമായ മാറ്റം: പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കരെടുക്കുക. മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പക്ഷെ ഇവരെ നമുക്ക് അടിച്ചമർത്തുന്നോണ്ട് എന്താണ്, എല്ലാവരും ഉയരങ്ങളിലേക്ക് പോട്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല, മനുഷ്യരല്ലേ. ഇല്ല, അഹങ്കാരിയാണ് മമ്മൂട്ടി. നമ്മ അഹങ്കാരം ഒരിക്കലും വെച്ചുറപ്പിക്കില്ല. അല്ല, കേരളത്തില് നമ്മൾ മൊത്തത്തിൽ ജനാധിപത്യം നമ്മ നോക്കല്ല. നമ്മുടെ ന്യായപരമായിട്ടുള്ള ഇതാണ്. മോഹൻലാൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടോ. ഈ പേജിൽ വന്ന അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണക്കാരോട് എന്ത് മാറ്റമാണ് ഇനി വരേണ്ടത്, എന്ത് മാറ്റമാണ് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടിയാണ്: മമ്മൂട്ടിയും ദുൽഖറും നശിച്ച് നാരായണക്കല്ല് പിടിക്കണം, മരിച്ചു പോകണം. മോഹൻലാലും പ്രണവും അദ്ദേഹത്തിൻ്റെ മകനും നന്നായിട്ട് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടി ഇനിയും മുന്നോട്ട് വരണം. ഇയാളെ നമുക്കൊരിക്കലും ഫാൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുതരം ടോക്സിസിറ്റി എന്ന് പറയും. ഇനി ഇതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വാചകം വീണ്ടും പറയുകയാണ്. എന്തെങ്കിലുമൊക്കെ ആഭാസത്തരം പറയുക, അതിനുശേഷം വന്നിട്ട് മാപ്പ് ചോദിക്കുക, കരഞ്ഞു മെഴുകുക. നമുക്ക് ആ കരച്ചിലൊന്ന് കണ്ടാലോ, അല്ലെങ്കിൽ ആ മാപ്പ് ചോദിക്കലൊന്ന് കണ്ടാലോ? കണ്ടിട്ട് വരാം. നടന്നത് മദ്യത്തിന്റെ ലഹരി പറഞ്ഞതാണ്. മമ്മൂട്ടിക്കും മകനും കുടുംബത്തിനോടും പൊതുസമൂഹത്തിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. 2 ദിവസമായി ഞാൻ കിടന്നുറങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിലുള്ള അല്ലെങ്കിൽ മട്ടാഞ്ചേരിയിലുള്ള ആളുകൾ അത്യാവശ്യം കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷമായിരിക്കാം ഈ മാപ്പ് പറച്ചിലുമായിട്ട് വന്നത്. എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? ആ ഒരു ആങ്കർ വന്ന് ചോദിച്ച ചോദ്യം 2024 ആകുമ്പോഴേക്കും എന്ത് മാറ്റം വരാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പറയുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ വന്ന് പറയുന്നത് ഞാൻ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു, അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും ആരെക്കുറിച്ചും വിളിച്ചു പറയാമെന്നാണ് ഇയാളെപ്പോലുള്ള ആൾക്കാരുടെ ധാരണ. എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ വന്ന് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് അവസാനിക്കുമല്ലോ. എന്നിട്ട് ഞാൻ ആരാധകനാണ്, ഞാൻ അയാളുടെ ആരാധകൻ, ഞാൻ ഇയാളുടെ ആരാധകൻ. ആരാധനയൊക്കെ നല്ലതാണ്, പക്ഷെ ഇയാളൊരു ആരാധകനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്ങനെങ്കിലും ആളാവുക, അല്ലെങ്കിൽ ആരെക്കുറിച്ചും എന്ത് മോശം പറഞ്ഞിട്ട് പേരെടുക്കുക, അവസാനം വന്നിട്ട് കരഞ്ഞ് ഞാൻ കള്ളു കുടിച്ചിട്ടാണ് പറഞ്ഞത് എന്ന് പറയുക. എന്തിനാണ്? അപ്പോൾ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ അറിയേണ്ടത് അറിഞ്ഞു, മനസ്സിലാവേണ്ടത് മനസ്സിലായി, വന്ന് മാപ്പും പറഞ്ഞു. ഇനി ഇയാളല്ല മമ്മൂട്ടി ആരാവണം, അല്ലെങ്കിൽ മമ്മൂട്ടി എന്താവണം, അല്ലെങ്കിൽ ദുൽഖർ എന്താവണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആഗ്രഹം മറ്റുള്ളവനെ തകർക്കണം എന്നാണ്, മറ്റൊരാളെ നശിച്ചു പോകണമെന്നാണ്. ഇത്തരം ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. തിരിച്ചറിയണം, നമ്മൾ സാധാരണക്കാരാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ആവാം, പക്ഷേ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാൾ നശിച്ച് കാണണം എന്ന ആഗ്രഹം. അയാൾ പറയുന്നു, സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്, കള്ളു കുടിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരുന്നതെന്ന്. എനിക്ക് അനുഭവം ഇല്ല. പക്ഷേ അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വാചകം ശരിയാണെങ്കിൽ ഇയാളുടെ മനസ്സിലുള്ള മുഴുവൻ വിഷമല്ലേ? മറ്റൊരാൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെ അയാളെ നല്ലവനെന്ന് പറയാൻ പറ്റും? അപ്പോൾ ഇനിയെങ്കിലും നല്ല ബുദ്ധി ആൾക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ബൈ.